ഹായ് എവരിബഡി, എൻ്റെ പേര് ഷൈനി രജേഷ്. ഞാൻ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കേരളത്തിൻ്റെ നാടൻ വിഭവമായ അവിൽ വിളയിച്ചതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണ അവിൽ നനച്ചതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 1 കപ്പ് അവിൽ, ചുവപ്പ് കളറുള്ള അവിലാണ് ഞാൻ യൂസ് ചെയ്തത്. കുത്തരീൻ്റെ അവിലാണ്. വെള്ള അവിലും ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഇതത്ര തിക്കുള്ള അവിലാണ് നമുക്ക് വേണ്ടിയത്. 1 കപ്പ് തേങ്ങ, 2 ശർക്കര, വെള്ളക്കടല, കാഷ്യൂനട്ട് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടീസ്പൂൺ എള്ള്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ഈ പാൻ ചൂടാകുമ്പോഴേക്ക് ചെറിയൊരു പാൻ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ചൂടാവാൻ വെക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. 2 ശർക്കര ഇതിൽ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ അവിലൊന്ന് ചൂടാക്കിയെടുക്കാം. കുത്തിരിയുടെ അവിലാവുന്ന സമയത്ത് നല്ല തിക്കായി നിൽക്കും. ഇത് നന്നായി ചൂടാവണമെന്നില്ല, ഒന്ന് ക്രിസ്പിയായി വരുന്നതിൽ നമുക്കിത് മാറ്റാം. അവിൽ ഞാനൊന്ന് ഫ്ലെയിം സ്ലോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശർക്കര എടുക്കുമ്പോൾ കറുത്ത ശർക്കര ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അവിൽ വിളയിച്ചതിനൊരു നല്ല ഡാർക്ക് കളർ ഉണ്ടാവും. ഞാൻ ഫ്ലെയിം ചെറുതായി ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അത് അവിൽ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ഏകദേശം അവിൽ മൊരിഞ്ഞു വരുന്നുണ്ട്. ഈ കുത്തരീൻ്റെ അവിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം കൂടിയാണ്. ഇത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ ബ്രൗൺ കളർ ആവേണ്ട, ഇതിലെ വെള്ളം ഒന്ന് നന്നായി വറ്റിയാൽ മതി. ഇത് നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ നന്നായി വെള്ളം വറ്റണമെന്നില്ല, ഒന്ന് ചൂടായാൽ മതി. ഇത് കുറച്ച് ടൈം കീപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായി വറ്റി അല്ലെ നമുക്കിത് കേടുവരാതെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ചട്ടി ഒന്ന് ചൂടായാൽ ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്യുക. നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സിമ്മിലിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പം തേങ്ങേൻ്റെ വെള്ളമൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, കുറച്ചെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വറുത്ത് വെച്ച അവിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്ലെയിം സിമ്മിൽ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. തേങ്ങയും അവിലും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ചുക്കുപൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ ശർക്കരപ്പാനി ഒരു അരിപ്പെടുത്ത് നമ്മുടെ ഈ അവിലും തേങ്ങയിലേക്കും ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ശർക്കരയും അവിലും തേങ്ങയും ഏലക്കാപ്പൊടിയും നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ എടുത്ത് അതൊന്ന് ചൂടാക്കാം.
പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂ നട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ കാഷ്യൂ നട്ട് ഒരു യെല്ലോ കളറായി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഈ വെള്ളക്കടല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളെ കടലയും കളർ ചേഞ്ച് ആയി വരുന്നു. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച എള്ള് ആഡ് ചെയ്യുന്നു. എള്ളിവിടെ പൊട്ടി കഴിയാറായി. ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. ഓക്കെ, ഇനി ഇത് ഞാൻ നമ്മളിവിടെ ആദ്യം റെഡിയാക്കി വെച്ച അവിൽ ശർക്കര നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെറുപഴം കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.